നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പൊന്നോണത്തെ വരവേറ്റ മലയാളികൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമായി മലയാളികൾ ഓണം ആഘോഷിച്ചു. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളി കൂടുതൽ കളറാകുമെന്ന് കോർപ്പറേഷൻ മേയർ എം.കെ. വർഗീസ്. ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത് 9 ടീമുകൾ. തിരുവോണ ദിനത്തിൽ കണ്ണനെ കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. തിരുവോണ സദ്യയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. കടവല്ലൂർ എസ്.ടി. മ്യൂസിക്കിന്റെ ഏറ്റവും പുതിയ ഓണപ്പാട്ട് റിലീസ് ചെയ്തു. ആദ്യമായി ഓണമുണ്ണും മുത്തേ എന്ന് തുടങ്ങുന്ന ആൽബം പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് ബി.കെ. ഹരിനാരായണൻ സമൂഹമാധ്യമത്തിലൂടെ റിലീസ് ചെയ്തു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിഐജി ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക കൊലച്ചോറ് സമരം നടത്തി യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് ഡിജിപി റവാഡ ചന്ദ്രശേഖർ. കസ്റ്റഡി മർദ്ദനം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് റവാഡ ചന്ദ്രശേഖർ. കയ്പമംഗലത്ത് വിവിധ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു. മൌലീദ് പാരായണം, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ചെളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ്, മദ്രസ ആൻഡ് മീലാദ് കമ്മിറ്റി സംയുക്തമായി സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ ഉസ്മാൻ സഖാഫി അൽ അർഷദമി മഖാം സിയാറത്തിന് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പന. 10 ദിവസം കൊണ്ട് 826.38 കോടിയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് നടന്നത്. ഉത്രാടം നാളിൽ മാത്രം ബെവ്കോ ഷോപ്പ് വഴി വിറ്റത് 137 കോടി രൂപയുടെ മദ്യം. ബി.ജെ.പി. ഇരിങ്ങാലക്കുട ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ പട്ടിണി സമരം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം ബി.ജെ.പി. സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ.പി. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നെല്ലങ്കര സ്പോർട്സ് ക്ലബിന്റെ 40ാമത് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി പൂക്കളം മത്സരം സംഘടിപ്പിച്ചു. 5 ദിവസം നീണ്ടുനിൽക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പൂക്കളം മത്സരം സംഘടിപ്പിച്ചത്. എരുമപ്പെട്ടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. എരുമപ്പെട്ടി മദ്രസത്തോ നുറാനിയിൽ മഹല്ല് പ്രസിഡന്റ് കെ.എ. അബ്ബാസ് പതാക ഉയർത്തി. ഗുരുവായൂർ തൈക്കാട് ബിദായത്തുൽ ഹിദായ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മൗലൂദ് പാരായണത്തിന് ശേഷം പ്രസിഡന്റ് പി.ബി. സലാം പതാക ഉയർത്തി. ഗുരുവായൂർ ടൗൺ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മൗലൂദ് പാരായണത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും മഹല്ല് ഖത്തീബ് ഷിഹാബ് സയ്യിദി നേതൃത്വം നൽകി. ചേറ്റുവ മഹല്ല് ജുമാ മസ്ജിദിൽ നബിദിനത്തിൽ സുബ്ഹി നമസ്കാരത്തിന് മുൻപ് മൗലീദ് പാരായണവും കൂട്ടപ്രാർത്ഥനയും നടന്നു. മഹല്ല് ഖത്തീബ് സലീം ഫൈസി, മുദരീസ് അബ്ദുറഫ് ബാഗവി ആലത്തിയൂർ, സൈനുദ്ദീൻ ഉസ്താദ് എന്നിവർ മജ്ലിസിന് നേതൃത്വം നൽകി. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച അമ്പലപ്പാറ മലപ്പുറം മലമുക്ക് റോഡ് നാടിന് സമർപ്പിച്ചു. എം.എൽ.എ. അഡ്വക്കേറ്റ് കെ. പ്രേംകുമാർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചന്ദ്രാപ്പിനി ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തിൽ കുടുംബാംഗമായ തൃപ്രയാർ വാലത്ത് പ്രൊഫസർ വി.കെ. സരസ്വതിയെ ആദരിച്ചു. ചന്ദ്രാപ്പിനി ഹൈസ്കൂൾ മുൻ അധ്യാപികയും കവയിത്രിയുമായ എം.യു. ഗിരിജ പ്രൊഫസർ സരസ്വതിയെ പൊന്നാട അണിയിച്ചു. ഇനമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിൽ ഓണം ആഘോഷിച്ചു. CLCയുടെയും KCYMന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. ചരിത്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ യൂണിറ്റ് രൂപീകരണവും ആദരണവും നടന്നു. ആമ്പലൂരിൽ നടന്ന ആദരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V.S. പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മലക്കപ്പാറ വീരാൻകുടി ഉന്നതിയിൽ നിന്നുള്ള 7 ആദിവാസി കുടുംബങ്ങൾ കോടശ്ശേരി മാരാങ്കോടുള്ള വനംവകുപ്പ് ഭൂമിയിൽ കുടിൽ കെട്ടി താമസം തുടങ്ങി. നിരവധി കുടുംബങ്ങൾ ഇനിയും ഇവിടെയെത്തി താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ആദിവാസി ക്ഷേമ സമിതി. കൊടുങ്ങല്ലൂർ ചേരമാൻ മഹല്ലിൽ മീലാദ് ആഘോഷങ്ങൾ നടന്നു. നബിദിന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. ദഫ് സ്കൌട്ട് അകമ്പടിയോടെ മഹല്ലിലെ 8 മദ്രസകളിലെ വിദ്യാർത്ഥികളും മഹല്ല് നിവാസികളും നബിദിന റാലിയിൽ അണിചേർന്നു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.